പത്തരമാറ്റിൻ്റെ ഒരു പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ദേവയാനി അനാമികയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ വേണുവും ഭാര്യയും അനാമികയും കൂടി സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഏതായാലും അന്ന് പാലിൽ വിഷം ചേർത്ത കാര്യമാണ് അവർ സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ ദേവയാനി അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. വേണു പറയുകയാണ്, ഒരു മകളുടെയും ശരീരം കീറിമുറിക്കാൻ ഒരച്ഛനും ആഗ്രഹിക്കുകയില്ല. എന്നാൽ ദേവയാനിക്ക് നീ കരൾ ദാനമായി കൊടുക്കാൻ പറഞ്ഞത് അവരുടെ കരൾ കേടാക്കാൻ കാരണം നീ ആയതുകൊണ്ടാ മോളെ. അത് കേട്ട് തരിച്ചു നിൽക്കുകയാണ് ദേവയാനി. നീയും നിന്റെ അമ്മയും കൂടിയാണ് വിഷം കലർത്തിയ പാല് നവ്യക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ പാലാണ് അനിയുടെ വല്യമ്മ എടുത്തു കുടിച്ചത്. പിന്നെ രേവതി പറയുകയാണ്, അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ തന്നെയല്ലേ മോളെ പ്രയാശ്ചിത്തം ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതെ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ദേവയാനി നിന്നെ കൈവെള്ളയിൽ എടുത്ത് നടക്കുമായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താ നടന്നത്? നയന എന്ന് പറയുന്നവൾ അവസരം മുതലാക്കി. ഇപ്പോൾ അവളെയാണ് നിന്റെ വല്യമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അനാമിക പറയുന്നുണ്ട്, ഞാനും അമ്മയും കൂടിയാണ് പാലിൽ വിഷം ചേർത്തത് എന്ന കാര്യവും അവൾ മനസ്സിലാക്കി. അതാ വലിയൊരു തിരിച്ചടിയായത്. ഇപ്പോൾ ആ സംഭവം പറഞ്ഞ അവളും അവളുടെ ചേച്ചിയും കൂടി എന്നെ തളയ്ക്കുന്നത്. പിന്നെ വേണു പറയുന്നുണ്ട്, ദേവയാനിയുടെ കരൾ പോകാൻ കാരണം നീയാണെന്നെങ്ങാനും അവർ അറിഞ്ഞാൽ പിന്നെ നിനക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി കൂടുതൽ ഡിമാൻഡൊന്നും ഇടണ്ട. അവിടുന്ന് ആരെങ്കിലും വിളിക്കാൻ വന്നാൽ നീ കൂടെ പോകുന്നതാണ് നല്ലത്. ഞങ്ങൾ വേണ്ട വേണ്ട എന്നൊക്കെ പറയും, പക്ഷേ നീ കൂടെ പോകുക തന്നെ വേണം. ഇപ്പോൾ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളതുകൊണ്ടാണ് എല്ലാവരും നിന്നെ വിളിക്കാൻ വരുന്നത്. പിന്നെ അങ്ങേരും കൂടി നീ അവിടെ ചെല്ലണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇടിച്ചു കയറി ചെല്ലേണ്ടി വരും. അതോടെ നിനക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല. അന്നേരം അനാമിക പറയുന്നുണ്ട്, ആ നന്ദുവിനെ ഓർക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കാനും കഴിയുന്നില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തായാലും ശരി, അവൾ ആ വീട്ടിലേക്ക് വരാൻ പാടില്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഏതായാലും എല്ലാം കേട്ട് കഴിഞ്ഞ ദേവയാനി വല്ലാതെ ഷോക്കാകുന്നുണ്ട്, വല്ലാത്ത സങ്കടവുമാകുന്നുണ്ട്. എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാതെ തിരിച്ച് കാറിൽ കയറി പോകുന്നുണ്ട്. കാറിൽ നിന്ന് ദേവയാനി കരയുന്നത് കണ്ടിട്ട് ചന്തുമോള് ചോദിക്കുന്നുണ്ട്, എന്തിനാ മുത്തശ്ശി കരയുന്നത്? ഒന്നുമില്ല മോളെ എന്ന് പറയുന്നുണ്ട് ദേവയാനി. അങ്ങനെ ദേവയാനി പിന്നീട് ആദർശിനെയും നയനെയും പുറത്തു വെച്ച് കാണുന്നുണ്ട്. എന്നിട്ട് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളെന്താ എല്ലാ കാര്യവും എന്നോട് തുറന്നു പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ ദേവയാനി കേട്ട കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. പാലിൽ വിഷം കലർത്തിയത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതായാലും നായന പിന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി ദേവയാനിയോട് പറയുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അവളെ ഞാൻ സ്നേഹിക്കില്ല. എൻ്റെ അനിയുടെ പെണ്ണായതുകൊണ്ട് അവളെ ഞാൻ മോളെ പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ഒരു കൊലയാളിയുടെ മനസ്സുള്ള അവളെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇക്കണക്കിന് അനിയോട് ദേഷ്യം വന്നാൽ അവന് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കില്ല എന്ന് എന്താ ഉറപ്പ്? അവളോട് എനിക്കിപ്പോൾ വെറുപ്പ് മാത്രമേ ഉള്ളൂ. അവളെയും അവളുടെ അച്ഛനെയും അമ്മയെയും സൂക്ഷിച്ചും കണ്ടും ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവർക്കും കരയേണ്ടി വരും. അതും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി അനന്തപുരിയിലെത്തുമ്പോൾ അവിടെ ജാനകി കാത്തു നിൽക്കുന്നുണ്ട്. അനാമിക വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അവളെ കൂട്ടാൻ പോയില്ല. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി അവളെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ അവിടേക്ക് പോയത്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ആ തീരുമാനം മാറ്റി. അവൾ തനിയെ ഇറങ്ങിപ്പോയതല്ലേ, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഏട്ടത്തി? ഏട്ടത്തിയെപ്പോലെ എനിക്കും ഒരു മകനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാര്യ ഇവിടെ തന്നെ ഉണ്ടാകണം. എൻ്റെ മോനെ പോലെ തന്നെ ഞാൻ അവളെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരും. എന്തായാലും എനിക്കെൻ്റെ മരുമകളെ വിട്ടുകളയാൻ പറ്റില്ല. എനിക്കവളെ വേണം. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നീ വിചാരിക്കും പോലെ അത്ര നല്ല കൂട്ടരല്ല അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ. ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ വരെ അവർ പറഞ്ഞത് കള്ളത്തരമാണ്. ഏതായാലും അതൊന്നും വിശ്വസിക്കാനൊന്നും ജാനകി തയ്യാറാകുന്നില്ല. കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മരുമോളെ കൂട്ടിക്കൊണ്ടുവരും എന്നും പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയുമാണ്. ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അനാമികയെ കൂട്ടിക്കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന്. ജാനകി പോയിട്ടുണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് കൂടെ പോകാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അനി പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മേ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഇപ്പോൾ അങ്ങനെ ആയോ? എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഈ അനാമികയുടെ അച്ഛൻ നല്ല കടത്തിലാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അയാളെപ്പറ്റി കുറച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ കള്ളം പറയുന്ന
ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുറച്ച് കുഴപ്പം പിടിച്ച ആൾ തന്നെയാണ് അയാൾ വളർത്തിയ മകളും കുറച്ച് കുഴപ്പക്കാരി തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കുട്ടികളെ നമ്മളല്ലേ തിരുത്തേണ്ടത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അനി കരയുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവന് ഒരു തരത്തിലും അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നീ പറയണ്ട, അനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോടും ഈ കാര്യം പറയുന്നുണ്ട് എന്ന് വെച്ച് അവൻ്റെ താളത്തിനൊത്ത് തുള്ളുകയാണോ വേണ്ടത്. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, അവളിനി അധിക കാലം ഈ വീട്ടിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാനിനി അനാമികയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഏതായാലും അത് കേട്ട് മുത്തശ്ശൻ ഇങ്ങനെ ദേവയാനിയെ തന്നെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.